ഗാസയെ സമ്പൂർണ്ണമായി കീഴടക്കാനുള്ള മാരക യുദ്ധത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ. 10,000-ലധികം റിസർവ് സൈനികരെ ഇസ്രായേലി സേന തിരികെ വിളിക്കുകയാണ്. IDF ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ 10,000-കണക്കിന് റിസർവ് സൈനികർ ഇസ്രായേലി സേനയ്ക്കൊപ്പം ചേരും. ഗാസയിൽ സമ്പൂർണ്ണ ആക്രമണം നടത്താനാണ് ഇസ്രായേലിന്റെ അവസാനവട്ട നീക്കം. ഹമാസിനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക, ഗാസ സമ്പൂർണ്ണമായി പിടിച്ചടക്കുക, ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പൂർണ്ണമായും കുടിയിറക്കുക, ഗാസ പാലസ്തീൻ മുക്തമാക്കുക. ഗാസയിൽ മാർച്ച് മാസം 18-ാം തീയതി മുതൽ 2ാം ഘട്ട യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ നിരവധി തിരിച്ചടികൾ ഹമാസിന് ഇസ്രായേൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നേരിയ തോതിലുള്ള ഈ യുദ്ധം കൊണ്ട് കാര്യമില്ലെന്നും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ ഹമാസ് സ്വമേധയാ വിട്ടയക്കാത്ത സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യമെന്നും IDF വ്യക്തമാക്കുന്നു. അതിന് സമ്പൂർണമായ കരയുദ്ധമാണ് ആവശ്യം. അതിന് 10,000-കണക്കിന് സൈനികരുടെ ആവശ്യമുണ്ട്. കരയുദ്ധത്തിലൂടെ പീരങ്കിപ്പടയുടെ സാന്നിധ്യത്തിലൂടെ ഗാസയെ മുഴുവൻ പിടിച്ചടക്കുകയും ഗാസയിലെ അവസാന ഹമാസിന്റെ ഭീകരനെ തന്നെ വധിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതിനിടയിൽ ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്തണം, അവിടെ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ രക്ഷപ്പെടുത്തണം, ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കണം. അങ്ങനെ ഹമാസിനെ എന്നേക്കുമായി ഗാസ സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്നാണ് ഇപ്പോൾ IDF മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയാണ് കൂടുതൽ റിസർവ് സൈനികരെ ഇസ്രായേലി സേന ഇപ്പോൾ തിരികെ വിളിക്കുന്നത്. നേരത്തെയും യുദ്ധത്തിനിടയിൽ പലതവണ റിസർവ് സൈനികരുടെ സഹായം ഇസ്രായേൽ തേടിയിരുന്നു. ഞായറാഴ്ച ഇസ്രായേലിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. പുതിയ യുദ്ധമുഖത്തിന്റെ ചർച്ചകൾ ഞായറാഴ്ച ചേരുന്ന സെക്യൂരിറ്റി ക്യാബിനറ്റ് ചർച്ച ചെയ്യും. ഗാസയിൽ സമ്പൂർണ്ണ യുദ്ധം നടത്താനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നൽകുന്ന പ്രമേയവും ഈ സെക്യൂരിറ്റി ക്യാബിനറ്റിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ IDFന്റെ തലവനും ഷിൻബെറ്റിന്റെ ഉദ്യോഗസ്ഥരും ഗാസയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഘട്ടം ഘട്ടമായുള്ള യുദ്ധത്തിന്റെ പദ്ധതികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിശദീകരിച്ച് അറിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പാക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. ആ പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്നു ചേരുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ നെതന്യാഹു അവതരിപ്പിക്കും. അതിന് പിന്നാലെ ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ അധികം വൈകാതെ ഗാസയിലുടനീളം കരയുദ്ധം ആരംഭിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. നിലവിൽ 10,000-കണക്കിന് റിസർവ് സൈനികരെയാണ് ഇസ്രായേലി സേന തിരികെ വിളിക്കുന്നത്. ഈ തിരികെ എത്തുന്ന സൈനികരെ ഉടൻ തന്നെ ഗാസ സ്ട്രിപ്പിലേക്ക് യുദ്ധത്തിന് അയക്കില്ല. ഇവരെ ലെബനനെതിരെയുള്ള യുദ്ധത്തിനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിനും സിറിയൻ അതിർത്തിയിലുമൊക്കെ ആയിട്ട് ഇവരെ വിന്യസിക്കും. നിലവിൽ ലെബനനിലും സിറിയൻ അതിർത്തിയിലും അതുപോലെ തന്നെ മറ്റ് അതിർത്തികളിലുമുള്ള IDFന്റെ സൈനികരെ തിരികെ വിളിക്കുകയും അവരെ ഗാസയിലുള്ള യുദ്ധമുഖത്തിലേക്ക് ഇറക്കി വിടുകയും ചെയ്യും. അങ്ങനെ പരിചയസമ്പന്നരായ IDFന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഗാസ സ്ട്രിപ്പ് പൂർണ്ണമായി പിടിച്ചടക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് അമേരിക്കയുടെ അതിശക്തമായ പിന്തുണയുണ്ട്. ഗാസയെ പരിപൂർണമായും ഹമാസ് മുക്തമാക്കുക, അതിനൊപ്പം തന്നെ ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക, ഇത് ഇസ്രായേലിനൊപ്പം തന്നെ അമേരിക്കയുടെയും വലിയ ലക്ഷ്യമാണ്, ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യമാണ്. പാലസ്തീനികളെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് കുടിയിറക്കുകയും പാലസ്തീനികളെ അറബ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മാറ്റുകയും ചെയ്യുക എന്നതാണ് ട്രംപ് മുന്നോട്ട് വെച്ച വലിയ പദ്ധതി. ആ പദ്ധതി ഇസ്രായേലിലൂടെ നടപ്പാക്കാനാണ് ഇപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ നീക്കം അതിശക്തമാണ്. ഗാസ സ്ട്രിപ്പിൽ പൂർണ്ണമായ മേധാവിത്വത്തിന് ഇസ്രായേലി സേന തീരുമാനിച്ചിരിക്കുന്നു. അതിനുവേണ്ടി തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത്. അവധിയിലുള്ള 10,000-കണക്കിന് റിസർവ് സൈനികരെ തിരികെ വിളിച്ചിരിക്കുന്നു. ആ റിസർവ് സൈനികരെ സ്വന്തം പാളയത്തിലേക്ക് എത്തി സ്വന്തം സൈനിക ബലം കൂട്ടി, സൈനിക ശക്തി കൂട്ടി ഗാസയിലെ ഹമാസിനെതിരെയുള്ള അതിരൂക്ഷമായ അതിമാരകമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന. എന്നാൽ നേരിയ തോതിലുള്ള ഈ യുദ്ധം കൊണ്ട് കാര്യമില്ലെന്നും ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ ഹമാസ് സ്വമേധയാ വിട്ടയക്കാത്ത സാഹചര്യത്തിൽ അവരെ രക്ഷപ്പെടുത്തുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യമെന്നും IDF വ്യക്തമാക്കുന്നു. അതിന് സമ്പൂർണമായ കരയുദ്ധമാണ് ആവശ്യം. അതിന് 10,000-കണക്കിന് സൈനികരുടെ ആവശ്യമുണ്ട്. കരയുദ്ധത്തിലൂടെ പീരങ്കിപ്പടയുടെ സാന്നിധ്യത്തിലൂടെ ഗാസയെ മുഴുവൻ പിടിച്ചടക്കുകയും ഗാസയിലെ അവസാന ഹമാസിന്റെ ഭീകരനെ തന്നെ
വധിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഇതിനിടയിൽ ഹമാസിന്റെ ഒളിയിടങ്ങൾ കണ്ടെത്തണം, അവിടെ പാർപ്പിച്ചിരിക്കുന്ന ബന്ദികളെ രക്ഷപ്പെടുത്തണം, ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കണം. അങ്ങനെ ഹമാസിനെ എന്നേക്കുമായി ഗാസ സ്ട്രിപ്പിൽ നിന്നും പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണമെന്നാണ് ഇപ്പോൾ IDF മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതി. ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയാണ് കൂടുതൽ റിസർവ് സൈനികരെ ഇസ്രായേലി സേന ഇപ്പോൾ തിരികെ വിളിക്കുന്നത്. നേരത്തെയും യുദ്ധത്തിനിടയിൽ പലതവണ റിസർവ് സൈനികരുടെ സഹായം ഇസ്രായേൽ തേടിയിരുന്നു.